25 വർഷക്കാലമായി സ്വന്തം ആവശ്യം നോക്കി, ജീവിതം നോക്കി, സർക്കാർ ജോലി നോക്കി, അതുമായി കാശെടുത്ത് വാങ്ങിച്ച് ജീവിക്കാനുള്ള പെൻഷനും ഉണ്ടാക്കിയെടുത്ത ആള്, പെൻഷനും ഉണ്ടാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളിനെ വേണ്ട. എന്താ വേണ്ടാത്ത? അപ്രതീക്ഷിതമല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച സീറ്റുകൾ തന്നെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇനിയും കിട്ടാനുണ്ടായിരുന്നു, പക്ഷേ അതിൽ കുറവ് സംഭവിച്ചു. ഞങ്ങൾക്ക് 5 കൗൺസിലർമാരുണ്ട്. ശക്തമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. നഗരസഭ ട്രോമ കെയർ യൂണിറ്റ് എവിടെ ഇരിക്കുന്നു? ആ മെഷീനുകളെല്ലാം നശിച്ചു പോയില്ലേ? ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ എണ്ണി നോക്കി. IHRD എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞു, ഇവർ പറഞ്ഞ് എന്തോ ഡിഗ്രി കോഴ്സസിനെ പറ്റി പറഞ്ഞു. ഡിഗ്രി പഠിക്കാൻ പിള്ളേരില്ല. ഇവരതെന്താ ചെയ്യുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം കല്ലിടുക, സ്ഥാപനങ്ങൾ ഉദ്ഘാടനം നടത്തുക. നമസ്കാരം, മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ വാശിയും വീറും ഒക്കെ അങ്ങേയറ്റം തെളിഞ്ഞു നിൽക്കുന്ന നഗരസഭകളിലൊന്നാണ് കൊട്ടാരക്കര. നഗരസഭ പിടിച്ചെടുക്കാൻ 3 മുന്നണികളും അശ്രാന്ത പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ സംവാദം രാഷ്ട്രീയ സംവാദമാണ്. ഈ സംവാദത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDF വേണ്ടി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ നെൽസൺ തോമസ് ആണ്. അതോടൊപ്പം BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ അനീഷാണ്, അനീഷ് കിഴക്കേക്കരയാണ്. അതുപോലെ തന്നെ LDF വേണ്ടി നമ്മളോടൊപ്പം സംസാരിക്കുന്നത് നഗരസഭയിലെ ദീർഘകാലം രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ശ്രീ രാമകൃഷ്ണൻ ചേട്ടനാണ്. എല്ലാവരെയും സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. രാമകൃഷ്ണൻ ചേട്ടാ, ഈ വർഷം നഗരസഭ LDF നിലനിർത്തും? ഉറപ്പാണ്. എന്തു ഉറപ്പ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗരസഭയിൽ ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ ഫലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. 100% ഉറപ്പാണ്. 100% ഉറപ്പ്. എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എന്തായി? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 1ാം ഘട്ടത്തിൽ ഞങ്ങൾ കടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരുമെന്ന് ഉറപ്പാണ്. നാട്ടുകാർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്? ഉറപ്പാണ്. നാട്ടുകാർ വോട്ട് ചെയ്യും. ശരി, ആയിക്കോട്ടെ. രാമകൃഷ്ണൻ ചേട്ടൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ അല്ലേ? എങ്ങനെ UDF ഇപ്രാവശ്യമെങ്കിലും? UDF ഇപ്രാവശ്യം വളരെ ശക്തമായ മുന്നൊരുക്കമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലം ഉറപ്പായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ വികസനത്തിൽ തളർച്ചയും അഴിമതിയിൽ വളർച്ചയുമാണ്. അതാണ് കൊട്ടാരക്കരയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം പോലും അത്തരത്തിലൊരു ചർച്ചയ്ക്കില്ല. 30 ഡിവിഷനാണ് കൊട്ടാരം നഗരസഭയിൽ. എണ്ണി തയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ വ്യക്തമായി ഫോക്കസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പ്രതിസന്ധിയുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ജയിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഭരിക്കും. അതിനകത്ത് മാറ്റമില്ല. ഇപ്രാവശ്യം ത്രിവർണ്ണമണിയും എന്നുള്ളതിനകത്ത് യാതൊരു മാറ്റമില്ല. അപ്രതീക്ഷിതമായിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുമായിട്ട് BJP ഒരു പ്രകടനം കാഴ്ചവെച്ചത്. ഉള്ളതൊക്കെ പോവോ അതോ വല്ലതും കിട്ടുമോ? ഒരിക്കലും പറഞ്ഞത് തന്നെ തെറ്റാണ്. അപ്രതീക്ഷിതമല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച സീറ്റുകൾ തന്നെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇനിയും കിട്ടാനുണ്ടായിരുന്നു, പക്ഷേ അതിൽ കുറവ് സംഭവിച്ചു. ഞങ്ങൾക്ക് 5 കൗൺസിലർമാരുണ്ട്. ശക്തമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തവണ ഞങ്ങളുടെ ലക്ഷ്യം 5 എന്നുള്ളത് 6, 7 ആക്കാനല്ല. തീർച്ചയായും കൊട്ടാരക്കര നഗരസഭയിൽ ഭരണത്തിലെത്തുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. സുരേന്ദ്രൻ പണ്ട് പറഞ്ഞാലാവോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ എന്താ പറയുക, വോട്ടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമുക്ക് 10-30 മണ്ഡലങ്ങളിൽ നമുക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. 25,000, 30,000 വോട്ടിൽ പുറത്തുള്ള നമുക്ക് അത്രയും മണ്ഡലങ്ങൾ തെറ്റുമില്ല. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതുപോലെ ഇവിടെയും കൃത്യമായി നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള 15 വാർഡുകൾ വ്യക്തമായുണ്ട്. മാറാത്തത് ഇനി മാറും, യാതൊരു സംശയമില്ല. കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു ഇടതും വരുന്നത് മതിയായി എന്നാണ് പറയുന്നത്. പക്ഷേ ചേട്ടാ, മാറാൻ അവര് തയ്യാറാ, മാറ്റാൻ കോൺഗ്രസും തയ്യാറാ. നിങ്ങൾ മാറുമോ? ഇത് മലർപ്പൊടിക്കാരൻ്റെ മനസ്സാണ് ഈ രണ്ടുപേർക്കും ഉള്ളത്. ഇടതുപക്ഷ ഈ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിൽ വന്നത്. കഴിഞ്ഞ കാലങ്ങളില്ലാതെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബാലഗോപാലൻ സഖാവ് MLAയും മന്ത്രിയുമായതിനു ശേഷം എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനമാണ് ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഈ മുനിസിപ്പാലിറ്റി നടന്നത്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ തളർന്നിരുന്ന IHRD കോളേജ് വികസനത്തിൻ്റെ പുതിയ കോഴ്സുകൾ കൊടുത്ത് അത് സമ്പുഷ്ടമായി കൊണ്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലവാരത്തിൽ ഒരു ഡിഗ്രി കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കരുനാഗപ്പള്ളിയിൽ. ഇപ്പോൾ 2ാമത്തെ ഡിഗ്രി കോളേജും കൊട്ടാരക്കര കൊണ്ടുവന്നു. ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രമഫലമായിട്ടും ആണ് അത് കൊണ്ടുവന്നത്.
നവോദയ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ മുനിസിപ്പാലിറ്റിയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോഹ കോർപ്പറേഷൻ്റെ കൊട്ടാരക്കരയിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് ഈ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലാണ് അത് തുടങ്ങിയത്. അതുപോലെ തന്നെ നേഴ്സിംഗ് കോളേജ് കൊട്ടാരക്കര കൊണ്ടുവന്നതും എൻ്റെ വാർഡിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ തന്നെയാണ് നേഴ്സിംഗ് കോളേജിന് സ്ഥലമെടുത്തില്ല. ഈ കൊട്ടാരക്കര ETCയിലെ ഏതാണ്ട് 132 ഏക്കർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. അതിനാവശ്യമുള്ള ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് അലോട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ മുനിസിപ്പാലിറ്റിക്ക് ആഗമനം മുനിസിപ്പാലിറ്റിക്ക് ഒരു കെട്ടിടം പല പ്രാവശ്യവും എഞ്ചിനീയറിംഗിന് പഠിക്കാൻ നടത്താൻ കൊട്ടാരക്കരയ്ക്ക് നടത്താൻ ഒരു സ്ഥാപനം ആളുകൾക്ക് കൊട്ടാരക്കരയുള്ള ആളുകൾക്ക് ശ്വാസം മുട്ടി നിന്നിരുന്ന നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് സൗകര്യപ്രദമായി ഗവൺമെന്റിൽ ഇടപെട്ട് അതിന് പ്രത്യേക ഓഫീസ് അതുപോലെ തന്നെ കൊട്ടാരക്കര ടൗണിൽ പൊതുയോഗങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ തയ്യാറാക്കി. അതോടെ ടൗൺ ഹാൾ തയ്യാറാക്കി. ബാലകൃഷ്ണപിള്ള സാറിന്റെ സാംസ്കാരിക നിലയം തയ്യാറാക്കി. വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉള്ള സൗകര്യങ്ങൾ ഈ കൊട്ടാരക്കരയിലെ ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. ആരുടെയും മുഖത്ത് നോക്കി ഞങ്ങൾക്ക് പറയാവുന്നത്. മാർക്കറ്റിന്റെ പ്രവർത്തനം ഞാനൊന്ന് പറയട്ടെ. മാർക്കറ്റിന്റെ പ്രവർത്തനം അത് ഞങ്ങൾ വളരെ വേഗം നടപ്പാക്കാനുള്ള ആണ്. അതുപോലെ താലൂക്ക് ആശുപത്രി കഴിഞ്ഞ മെയ് മാസം 30-ാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പൂർത്തീകരിക്കാഞ്ഞതുകൊണ്ട് ആ കോൺട്രാക്ടറെ മാറ്റി ദ്രുതഗതിയിൽ പണി നടക്കുന്നുള്ള അതിന്റെ പണിയും തുടങ്ങി. അങ്ങനെ എല്ലാ മേഖലയിലും സൗകര്യങ്ങൾ ഒരുക്കാക്കി. ആ സൗകര്യത്തിന് വേണ്ടി ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ശരിയാണ്. മോർച്ചറി ഫലപ്രദമല്ല, എന്നാൽ അത് വളരെയേറെ ഫലപ്രദമാക്കുന്ന രൂപത്തിൽ ഏതാണ്ട് 10 നില കെട്ടിടം പണിഞ്ഞ് അതിനകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കത്തക്കണം. ഒരു കോർട്ട് കോംപ്ലക്സിന്റെ കണക്ക് തന്നെ, സിവിൽ സപ്ലൈ കോംപ്ലക്സിന്റെ കണക്ക് തന്നെ, താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ആയാലും, അതുപോലെ തന്നെ ഫാർമസി ആയാലും, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളായാലും, അതുപോലെ തന്നെ മോർച്ചറി ആയാലും എല്ലാം ഒരു കൊടക്കീഴിലാക്കി സൗകര്യപ്രദമാക്കി മാറ്റുന്നതിനുള്ള സൗകര്യം കേരളത്തിലെങ്ങുമില്ലാതെ കൊട്ടാരക്കരയിൽ മുനിസിപ്പാലിറ്റി കൊണ്ടുവരുവാൻ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും കേരള ഗവൺമെന്റും നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇത് നാട്ടിലെ ആളുകൾക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൺവീനർ എന്ന നിലയിൽ ആധികാരികമായി ഞാൻ ചെയ്യാൻ കഴിയുന്നു. ഈ ബഹുഭൂരിപക്ഷം സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മനസ്സായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു വോട്ടറെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2015 ഇതുപോലെ പറഞ്ഞതാ, ചന്ത പുനരുദ്ധാരണം എവിടെ കിടക്കുന്നതെന്ന് ആലോചിച്ചോണം. ഇപ്പോഴതിൻ്റെ അതുപോലെ തന്നെ ഇവരെല്ലാത്തിൻ്റെയും കല്ലിട്ടിട്ട് പോകും. മനസ്സിലായോ? ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇവിടെ 87 കല്ലിട്ടാലേ പണിയുന്നത്. പക്ഷേ ആ കല്ല് അവിടെ കിടക്കുക, ഞങ്ങളെടുത്ത് പണിയണം. ഇതിനകത്ത് തൊട്ട് നോക്കാവുന്ന ഏത് വികസനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇന്ത്യയിൽ പോലും തൊട്ടു നോക്കാവുന്ന വികസനങ്ങളെല്ലാം കോൺഗ്രസിൻ്റെതാണ്. കേരളത്തിലായാലും ശരി, ഇവരിവിടെ പറയുന്ന ഹോസ്പിറ്റല് നഗരസഭ ട്രോമ കെയർ യൂണിറ്റ് എവിടെ ഇരിക്കുന്നു? ആ മെഷീനുകളെല്ലാം നശിച്ചു പോയില്ലേ? ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ എണ്ണി നോക്കി. IHRD എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞ് എന്തോ ഡിഗ്രി കോഴ്സസിനെ പറ്റി പറഞ്ഞു. ഡിഗ്രി പഠിക്കാൻ പിള്ളേരില്ല. ഇവരതെന്താ ചെയ്യുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം കല്ലിടുക, സ്ഥാപനങ്ങൾ ഉദ്ഘാടനം നടത്തുക. പിന്നെ ഞങ്ങൾ അതിനകത്തൊന്നും എതിര് പറയുന്നത് ബാലോത്സവത്തിന് കുറച്ച് ഉദ്ഘാടനങ്ങൾ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ. ഉദ്ഘാടനത്തിൻ്റെ ഘോഷയാത്രയാണ് അത് നടത്തുകൊണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്ട്രക്ചറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഇന്ന് കേരളത്തിലെ പ്രശ്നം എന്താ? ഇവരെല്ലാം ഇത്തരത്തിലുള്ള വാചകങ്ങളാണ്. മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടതായ ഒന്നും ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ കേന്ദ്രത്തിലെടുത്താൽ പോലും നമ്മൾ പറയുന്നത് എന്തോ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റി. ഇവർ പറയുന്നത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി അവർ പറയുന്നത്. എല്ലാവരോടും പറഞ്ഞു ഇവിടെ എല്ലാം ഞാൻ വീടുകൾ പോകുമ്പോൾ ഇലക്ഷൻ വർക്കിന് വന്നു. മോദിയുടെ 2000 കിട്ടിയോ? ആലോചിച്ചോണം. ഇവിടെ ഗ്യാസിൻ്റെ വർഷത്തിൽ 5000 പോവുക, ഗ്യാസിൻ്റെ പോകുന്നു, പെട്രോളിന് മാസത്തിൽ പോവുക 10,000-15,000 രൂപ എക്സസ് ആയിട്ട്. ചരിത്രത്തിലില്ലാത്ത വിലക്കയറ്റം, ചരിത്രത്തിലില്ലാത്ത കൊള്ള GSTയിലൂടെ. ഇവർ പറഞ്ഞു ഇപ്പം GST കുറച്ചു. ആരാ കൂട്ടിയത്? ഇവിടെ സർവീസ് ടാക്സ് കൂട്ടി. ആരാ ഇപ്പോൾ കുറച്ചതും കൂട്ടിയെന്ന് പറയുന്നത്? എല്ലാം ഇവർ തന്നെയല്ലേ. അപ്പോൾ ജനത്തിന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേന്ദ്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കേന്ദ്രത്തെ അതേപോലെ ഡിറ്റോ ചെയ്യുന്ന ഒരു പിണറായി. മോദി എന്ത് ചെയ്യും അതിവിടെ ചെയ്യും. അത് അങ്ങനെയാണ്. അവർ തമ്മിൽ ഒരു ജ്യേഷ്ഠൻ അനുജ ബന്ധമാണ്.
ഇവർ തമ്മിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം ചേട്ടനൊന്നും തോന്നില്ല ചേട്ടാ. CPI ഒക്കെ ഇവർ ഉമ്മാക്കിയാക്കി കാണിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തന്നെ PM ശ്രീയിൽ തന്നെ എന്തുമാത്രം യഥാർത്ഥത്തിൽ CPI അവിടെ ചെന്ന് കരഞ്ഞ് പറഞ്ഞതാണ്. എന്നിട്ട് പോലും അതിനകത്തൊരു യാഥാർത്ഥ്യവൽക്കരണം ഉണ്ടായില്ല. ഒപ്പിടുന്നതായിട്ട് ആ പൈസ ആദ്യത്തെ ഗഡു മാറിക്കഴിഞ്ഞു. അങ്ങനെ പല പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് ഇവരുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ LDF എന്ന് പറയാൻ പോലും, കാരണം എന്ന് പറഞ്ഞാൽ വലിയ 9ാം വാർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വികസന കാര്യങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. കൊട്ടാരക്കരയുടെ വികസന കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇവിടുത്തെ എനിക്ക് 2 പെൺകുട്ടികളുടെ അപ്പനാണ് ഞാൻ. ഇവർക്ക് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു ആവശ്യമായിട്ട് പോകുന്നു. എൻ്റെ ഭാര്യ ആവിക്കോട്ടെ, ഇവർക്ക് ഒരു മൂത്രപരമായിട്ടുള്ളൊരു സൗകര്യം അവിടെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാനിറ്ററി, നമുക്ക് കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ളൊരു സംവിധാനമില്ല. ഇവർ എത്ര കൊല്ലം മുമ്പ് പറഞ്ഞ മുനിസിപ്പാലിറ്റി ആയപ്പോൾ, മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റിക്ക് പ്ലാൻ ഫണ്ട് അധികമുള്ളൊരു സംഭവമാണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇവിടെ നടന്ന നിർമ്മാണങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പോലെ റോഡുകൾ വരുന്നുണ്ട്. ആ റോഡുകളിൽ ടോൾ പിരിവിലൂടെ ഇതിൻ്റെ 4 ഇരട്ടി ഇത് തന്നെ കേന്ദ്രം ചെയ്യുന്നത്. അത്രമാത്രം വലിയ രീതിയിൽ ടോളിൻ്റെ പിരിച്ച് ഏതാ നിങ്ങൾ പറയുന്നത്? അത് ഞങ്ങൾ ചെയ്തു കൊടുക്കണം. ഇനി ഇതാരും ചെയ്തു കൊടുക്കണം, അതാണ് ചിന്തിക്കണ്ടേ. ഇവിടെ നിങ്ങൾ അത് സംശയമുണ്ടോ? ഇവിടെ സംസ്ഥാനത്ത് നിയമസഭയിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അത് ചേട്ടന് സ്വപ്നം കാണാനുള്ള അവകാശമില്ലേ? അപ്പോൾ അതെന്താ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാ ചേട്ടനല്ല, ചേട്ടൻ്റെ പാർട്ടി ചീറ്റി പോയതാ സംഭവം. അപ്പം നമുക്ക് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വികസനം മുങ്ങിത്താവാൻ പോകുന്ന കച്ചിത്തുരുമ്പി പിടിച്ച് നിൽക്കുക ഇപ്പം കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത്. അതിനോട് ആരെങ്കിലും പോകും? അനീഷിനോട് ചോദിക്കാനുള്ള പ്രധാന ഒരു ചോദ്യം, ഈ കഴിഞ്ഞ നഗരസഭ ഭരണത്തിൽ ആദ്യം ഷാജു ചെയർമാനായ മൊത്തത്തിലുള്ള ഒരു പൊതുവെ നഗരസഭയുള്ള ഒരു ചോദ്യമാണ്. ഷാജു ചെയർമാനായിരുന്ന കാലത്ത് BJPയുടെ ഒരു സമര ഘോഷയാത്രയായിരുന്നു. പിന്നീട് ഒരു 2.5 വർഷം കഴിഞ്ഞൊന്നും കാണുന്നില്ല എന്നൊരു പരാതി. അത് വ്യാജ പ്രചരണമാണ്. കൃത്യമായി ഷാജു ഇരുന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടർന്നും SR രമേശ് എന്ന ചെയർമാൻ ഇരിക്കുമ്പോൾ അതിലും കൂടുതൽ നടന്നിട്ടുണ്ട്. വ്യക്തമായി ഞങ്ങളുടെ അതിനുള്ള ആധികാരിക തെളിവുകളുണ്ട്. കാരണം അത് വ്യാജ പ്രചരണമാണ്. അതിന്റെ കാരണം അതൊരു വർഗീയമായി ചിത്രീകരിക്കുന്നുണ്ട്. ഈ ഇടത്തിന്റെ വലത്തിന്റെ ഒരു തന്ത്രമാണ്, അജണ്ടയാണ്. അതൊക്കെ മാറി ജനങ്ങൾക്ക് അറിയേണ്ടതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ രാമകൃഷ്ണനുള്ള കൊച്ചേട്ടൻ ഇവിടെ എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചാട്ടം എണ്ണിക്കൊണ്ടിരുന്നോട്ടെ. ഇവിടെ ഇപ്പോൾ നേതാക്കന്മാരും മന്ത്രിമാരടക്കം അഴിയെണ്ണാൻ പോവുക. ശബരിമല സ്വർണ്ണ കൊള്ള വിഷയത്തിൽ നേതാക്കന്മാർ അഴിയെണ്ണുക. കൊച്ചാട്ടം ഇവിടെ എണ്ണിക്കോട്ടെ. അല്ല, അത് ഭാഗ്യം. ഇവിടെ ക്ഷേത്രങ്ങൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടുത്തെ സ്വർണ്ണ വരവും എല്ലാം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇത്രയും ഇദ്ദേഹത്തെ ഒരു കാര്യത്തിൽ അംഗീകരിക്കണം കേട്ടോ. ഈ കൊട്ടാരക്കര വികസനം അഭിലാഷാണ് ചോദിച്ചപ്പോൾ ഇത്രയും പച്ച കള്ളം ഇരുന്ന് വിളിച്ചു പറയാനുള്ള ആ കഴിവ് ഞങ്ങൾ അംഗീകരിക്കുന്നതിന് ബഹുമാനിക്കുന്നു. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി കൊട്ടാരക്കര നഗരസഭയിൽ എന്ത് ഈ 10-20 വർഷം തൊട്ടുള്ള ഈ കോളേജിന്റെയും കഥകൾ പറയാതെ കഴിഞ്ഞ 5 വർഷം 10 വീട്, ഇപ്പൊ LDF 10 വർഷമായിട്ട് ഭരിക്കുന്നു. ആ കഴിഞ്ഞ 5 വർഷം വീട് അതും പറയാൻ നമുക്ക്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി എന്ത് വികസനം സാധാരണക്കാരന് വേണ്ടി, ഇപ്പൊ അദ്ദേഹം കോളേജ് നവോദയ എന്നൊക്കെ പറയുന്നു, എന്ത് വികസനം ഈ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് സാധാരണക്കാർക്ക്, നമുക്കറിയാം നമ്മളെല്ലാ സാധാരണക്കാരും ആശ്രയിക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇതാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ്. അദ്ദേഹവും പറഞ്ഞു ആ താലൂക്ക് ആശുപത്രി ചെല്ലാൻ ഒരു സാധാരണക്കാരന് പാവപ്പെട്ടവൻ ചെന്ന് കയറാൻ പറ്റില്ല. അവിടെ മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ താലൂക്ക് ആശുപത്രിയിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഡോക്ടർമാരെ നിശ്ചയിക്കുന്നില്ല? സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുവാൻ. അതൊക്കെ അവിടെ മരുന്നുകളില്ല. പാവപ്പെട്ടവർ രാവിലെ മുതൽ ക്യൂ നിന്ന് 10 മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മരുന്ന്, ബാക്കി പുറത്തേക്ക്. അവിടെ എന്താ? പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, അവർ കൈക്കൂലി. ലാബ്, എക്സ്റേ വർക്കിംഗ് ഇല്ല. ഇപ്പോൾ 3 ആഴ്ച കാലമായി CT സ്കാൻ വർക്കിംഗ് അല്ല. അല്ലെങ്കിൽ കൊച്ചാടം പറയട്ടെ, കൊച്ചാടം HMCയിലുള്ള ആളല്ലേ, ഇന്ന് വരെ അവിടെ ശരിയായി 5 വർഷം കൊണ്ടുണ്ടായതാണോ? ഇത് തന്നെ അതാ പറഞ്ഞ. അപ്പൊ പിന്നെ എന്ത് വികസനമാണ് ഈ നാട്ടിലോട്, ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വികസനം ഉണ്ടാക്കി എന്നാണ് ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്താ ഒരു സാധാരണക്കാരന്, ഒരു പൊതുജനത്തിന് ഇറങ്ങി നടക്കുവാൻ പ്രകാശം വേണമല്ലോ. ആ പ്രകാശം പോലും നഗരസഭയിലില്ല. കാരണം നഗരസഭയുടെ ട്രാഫിക് സിഗ്നലിലുള്ള ഹൈമാസ് ലൈറ്റ്, നിരവധി ഗണപക്ഷത്തിനടുത്തുള്ള ഹൈമാസ് ലൈറ്റ്, നമ്മുടെ മുസ്ലിം പള്ളിയുടെ അടുത്തുള്ള ഹൈമാസ് ലൈറ്റ്, ഇതെല്ലാം കേടായി കിടക്കുക. ഒരൊറ്റ ഹൈമാസ് ലൈറ്റും കത്തുന്നില്ല. ഒറ്റ തെരുവിളക്കൾ കത്തുന്നില്ല. BJP ശക്തമായ ശക്തമായ പ്രതിഷേധമാണ് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദമുയർത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനക്ഷേമ പദ്ധതികളാ.
കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുകയല്ല. ഒരു പെട്രോളിന്റെ കാര്യം പറഞ്ഞു, അതൊന്നല്ല, നൂറുകണക്കിന് ജനക്ഷേമ പദ്ധതികൾ കിസാൻ സമ്മാനായിട്ട് പ്രായമുള്ള അച്ഛന്മാർക്കായിട്ട് അമ്മമാർക്കായിട്ട് ഞാൻ ഈ നഗരസഭയിലോട്ട് പറയാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തെരുവുനായ ശല്യം ഏറ്റവും രൂക്ഷമായുള്ള ഒരു സ്ഥലമായി കൊട്ടാരക്കര തൃക്കണ്ണമംഗലം പ്രദേശത്ത്. ഇവർ ഈ വന്ധീകരണം നടത്തുന്നു, പട്ടിയെ പിടിച്ച് അവിടെ തന്നെ വന്ധീകരണം നടത്താറില്ല. അത് ABC സെന്റർ കൊട്ടാരക്കരയിലില്ല. ഇവിടെയൊക്കെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന കേരളം അല്ല. അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോൾ ഇവിടെ ഒരു ABC സെൻ്റർ ഉണ്ട്, വെട്ടിക്കവല പഞ്ചായത്തിൻ്റെ കനാലിൻ്റെ ഇവിടെ. ഇത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് ഇച്ഛാശക്തി ഉള്ള ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ അടിക്കടി ചെയർമാൻമാർ മാറുന്ന ഒരു 5 വർഷത്തിലേക്ക് ഞാൻ അതിനകത്തേക്ക് വരാം. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മുനിസിപ്പാലിറ്റിയും കേരള MLAയും ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പം എൻ്റെ സ്നേഹിതൻ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും പറഞ്ഞ് അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഇവിടെ നിന്നും തൃക്കണ്ണമംഗൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പം തൊട്ടപ്പുറത്ത് ETC ജംഗ്ഷൻ, തൃക്കണ്ണമംഗൽ ജംഗ്ഷൻ മുതൽ പ്ലാപ്പള്ളി വരെ, ഈയംകുന്ന് മുതൽ തൃക്കണ്ണമംഗൽ വഴി പ്ലാപ്പള്ളി വരെ, കടലാവുളം മുതൽ പ്ലാപ്പള്ളി വരെ എത്ര കോടിയുടെ വികസന പ്രവർത്തനം നടന്ന റോഡ് മാത്രം. മാത്രമേ ഞാൻ പറയട്ടെ, കാര്യം ഞാൻ പറഞ്ഞു. ഇത് കിഫ്ബി ഫണ്ടാണ്. ഈ ഫണ്ട് ജനങ്ങളെ വഞ്ചിച്ചെടുക്കും. ഏത് ഒന്നും വേണ്ട, ഇദ്ദേഹം പറയട്ടെ. ഇവിടെ ചെളിവാരി വിറ്റ ഒരു കാര്യം പറയട്ടെ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി, അതായത് മീൻപിടിപ്പാറയും അതിനോട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രോജക്റ്റ്, ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതെവിടെ പോയി? അതിൻ്റെ ആദ്യത്തെ 40 ലക്ഷം രൂപ അനുവദിച്ചു, പണി നടന്നു. പക്ഷേ ഇത് തുടർന്നുകൊണ്ട് പോകാൻ പിന്നെ വന്ന മുനിസിപ്പാലിറ്റി കഴിഞ്ഞില്ല. ഇവരെന്ത് ചെയ്തു? അവിടുത്തെ ചെളിവാരി വിറ്റതല്ലാതെ അതിനെ നന്നാക്കിക്കൊണ്ട് വരാൻ അവർക്ക് കഴിഞ്ഞോ? ഇവരുടെ ഒരു വികസനവും ഞാൻ കൊട്ടാരക്കര. ഈ നാട്ടിലെ വിദ്യാർത്ഥിനികൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കുട്ടികൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ്, കോളേജിൽ, സ്കൂളിലൊക്കെ പോയിരുന്ന അവിടെ ആ ദുരന്തം, ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ പോകണം. കണ്ടായിരിക്കും BJP ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും രൂപ മുടക്കിയ കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വെളിയത്ത് മുട്രമല മലയിൽ പോകാനുള്ള സംവിധാനം ഒരുക്കി. എല്ലാ ഞായറാഴ്ചയും എങ്കിലും എന്റെ പ്രതിനിധികൾ രണ്ടുപേരുടെ മീൻപിടിപ്പ് പറയലൊന്ന് പോയി കാണണം, നടത്താൻ കഴിയുന്നൊന്ന് നോക്കണം. കാളണയുടെ പൈസ ചെയ്യാൻ കഴിയാത്ത ഇവിടെ ഒരു MP ഉണ്ടായിരുന്നല്ലേ, MP ഉണ്ടല്ലേ, എത്ര വർഷത്തെ MP ആയി? എത്ര വർഷം MP ആയിരുന്നു? ഒരു കാലണയുടെ വികസന പ്രവർത്തനം ഈ ഗവൺമെന്റ് ആശുപത്രി തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ലിഫ്റ്റ് സംവിധാനം കൊണ്ടുവന്ന കൊടിക്കുന്നിൽ സുരേഷ് ട്രോമയ്ക്ക് പൈസ അനുവദിച്ച് കൊടിക്കുന്നിൽ ചേട്ടൻ ഒന്നും അറിയുന്നില്ല. ചേട്ടൻ ചുമ്മാ അമ്പലപ്പുറത്ത് വരുമ്പോഴത്തെ എല്ലാം ലേറ്റായി പോകുന്നത്. നടത്തിയ ഈ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് വേണ്ടി 4 ലക്ഷം രൂപ കൊടുത്തതാണോ ഏറ്റവും വലിയ കാര്യം? അത് മാത്രമാണ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ട്രോമ കെയറിന് പൈസ കമ്മീഷൻ വാങ്ങിച്ചോണ്ട് ലിഫ്റ്റ് കൊടുത്തു. നടത്തിയേ ഈ വർഷം എത്ര വർഷം MP ആയിരുന്നു? ഒരു വർഷം 5 കോടി പോലും ഇവരുടെ വികസനമായി പറയുന്നവരെ പ്രൈവറ്റ് കമ്പനി ആർജവം വേണം. താലൂക്ക് ആശുപത്രിയിലേക്ക് NCD 90 ഡിഗ്രിയുടെ പദ്ധതി ഇത്ര ലക്ഷം രൂപ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ട് എന്തിയാ പൈസ എവിടെ? അവിടെ കൃത്യമായി അവിടെ NCD 90 ഡിഗ്രി NCD ഫണ്ട് അനുവദിച്ചില്ലേ കേന്ദ്ര സർക്കാർ? ഒരു പൈസ അനുവദിച്ചില്ല. ഞാൻ 20 വർഷമായി അവിടെ ഇരിക്കുന്നു. 20 വർഷമായി അവിടുത്തെ HMC മെമ്പറാണ് ഞാൻ. 20 വർഷമായി HMC അവിടെ ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു 1300 ചില്ലുവാനം OP ഉണ്ട് അവിടെ. 1300 ചില്ലുവാനം OP. ഈ ജില്ലയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ OPയുടെ പ്രവർത്തനം. മോശമായ താലൂക്ക് ആശുപത്രി ആണെങ്കിൽ ഈ ഇത്രയും ആളുകൾ അവിടെ ചികിത്സിക്കും. പോരായ്മയില്ലെന്ന് ഞാൻ പറഞ്ഞു. പോരായ്മ ആളിന്റെ എണ്ണം കുടുംബം പോരായ്മകൾ വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം പറയട്ടെ, അവിടെ 1000-ൽ പരം OP ഉണ്ടെന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. കൊട്ടാരക്കര വളരെയേറെ സൗകര്യപ്രദമായ യാത്രാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ അത്ര OP ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അതാണ്ട് ഒരാളെ പോലും ഡയഗ്നോസ് ചെയ്യാതെ അവർക്ക് ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മരുന്ന് കുറിച്ചു കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്ന രീതിയാണ്. ഡോക്ടർമാർ കൃത്യമായ രീതിയിലുള്ള
ഒരു അല്ല നമ്മുടെ ചർച്ച ഈ താലൂക്ക് ആശുപത്രിയിലും ഇവിടെ ഇങ്ങനെ കറങ്ങി നിന്ന അല്ലല്ല ഏട്ടൻ വാദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. ഈ സോഹോ എത്രയോ യുവതി യുവാക്കൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പഠിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവർ പറയുന്നത് പ്രൈവറ്റ് സ്ഥാപനം, നമ്മൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ടെക്നോ പാർക്ക് പോലൊരു സംവിധാനം കൊണ്ടുപോകാം, ജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക, അതായത് കുട്ടികൾക്ക് അതിനുള്ള ഫണ്ട് കൊടുക്കും. നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ പറയുന്നത് എന്തോ ഞാൻ അവിടെ കൊണ്ടുവന്ന് പൈസ ചിലവാക്കി ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊണ്ടുവന്ന് ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല വികസനം. അതിനകത്ത് ഒരു കാര്യം ആലോചിക്കണം, അവരെ വളർത്തുക, അതിന് കമ്മീഷനും മേടിക്കുക. പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനല്ല. ഇവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ഒരു കൃഷി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേ ഈ സൗകര്യത്തിലോടുകൂടി കൂട്ടായ ഒരു കൃഷികൾ ചെയ്യാനുള്ള സംവിധാനം, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ അവരുടെ കാലിബർ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ലൈബ്രറികൾ കാലഘട്ടത്തിന്റെ എന്ത് വികസനമായി ഇവിടെ ഉള്ളത്. വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ പിയാൻഡി എടുത്ത് 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള സംവിധാനം നടത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ മിനി ടെക്നോ പാർക്ക് ഉണ്ട്. 10-40 വർഷം കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ MP ആയിരുന്നു. ഒരു വ്യവസായം ഒരു കാര്യം പറയാം, എണ്ണിയാൽ ഒതുങ്ങാത്ത നടന്നു ഉദ്ഘാടനങ്ങൾ ബാലഗോപാൽ സഖാവ് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്ത് രാമകൃഷ്ണൻ ഉദ്ഘാടനം മാത്രം ഞായറാഴ്ച രാവിലെ വന്ന് രാത്രി ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാര്യങ്ങൾ പറയുന്നു. ചേട്ടൻ ഒരുപാട് പറഞ്ഞില്ലേ, എനിക്ക് അവിടേക്ക് ഞാൻ പറയട്ടെ. KSRTC ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്രക്കാർ വന്നു പോകുന്ന KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ സ്ത്രീ ജനങ്ങൾക്ക് ഒന്ന് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ ഒരു ചെറിയൊരു മുറി അവിടെ അതിന്റെ പേരിലുണ്ട്. ആ മുറിയിൽ അകത്ത് കയറാൻ പോലും പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് BJP ശക്തമായ പ്രതിഷേധം. അവിടെ കക്കൂസ് മാലിന്യം, സ്ത്രീകൾ വിശ്രമിക്കേണ്ട, ഫീഡിംഗ് നടത്തേണ്ട റൂമിൽ കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുകയാണ്, പൂട്ടിയിട്ടാണ്. BJP പോയി ശക്തമായ പ്രതിഷേധത്തെ സമരങ്ങളാണ്. മനസ്സിലായില്ലേ? സമരം നടത്തില്ല. സമരത്തിന് തുടക്കം പ്രതിഷേധങ്ങൾ മാത്രമല്ല. ബ്ലോക്കായി. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിച്ചു. 24 മണിക്കൂറിന് മുമ്പ് അത് നടത്താൻ ഒക്കുന്നതല്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് തന്നെ 4 കോടി രൂപ വേണം. 4 കോടി രൂപ അനുവദിച്ചു. അതിന്റെ പണി നടക്കാൻ പോവാ. ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറയാം, BJPയുടെ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. ഡിഗ്രി കോളേജ് കൊണ്ടുവന്നു കൊട്ടാരക്കര. ഡിഗ്രി കോളേജ് മുനിസിപ്പാലിറ്റി മാറ്റാനുള്ള പ്രവർത്തനം ആരംഭിച്ചോ? KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്ന് തുക അനുവദിച്ച് കേരളത്തെ രോഗത്തിന് ചികിത്സയില്ല, പിന്നെ കോളേജിന്റെ ജീവിക്കാൻ പറ്റുന്നില്ല നാട്ടില്. ശരി, ഒരു ചോദ്യം. ഒരു ആശുപത്രി കെട്ടിടം, ആശുപത്രി ഇനി ചർച്ച ചെയ്യുന്നില്ല. ഒരു കെട്ടിടം അവിടെ പണി തുടങ്ങിയിട്ട് 3 വർഷമായി, 2 വർഷക്കാലമായി പണി നടക്കുന്നില്ല. കമ്പി എല്ലാം തുരുമ്പെടുത്തു, കോടികളുടെ നഷ്ടം. അതിനെന്താ മറുപടി? എന്തുകൊണ്ടാണ് പണി നടക്കുന്നില്ല? ചോദിച്ചതിന് മറുപടി പറയൂ. എത്ര കോടി രൂപ നഷ്ടം അവിടെ? ആര് പറഞ്ഞു കമ്പി എല്ലാം ആശുപത്രി അങ്ങ് വിടാം, കാരണം ആശുപത്രി ഇനിയും നിർമ്മാണങ്ങൾ നടക്കാനുണ്ട്. അതുപോലെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നഗരസഭയിൽ കൊട്ടിഘോഷിക്കുന്നത് ഒരു കാര്യം BJPക്കാർ അഡ്മിറ്റ് ചെയ്താൽ മതി. ഒറ്റ കാര്യം ഉഗ്രം കുന്നിലെ മാലിന്യ പ്ലാന്റ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി വാഗ്ദാനം ചെയ്തതാണ്. അവിടെ ആ പ്രദേശത്ത് 50ഓളം വീടുകാർക്ക് താമസിക്കാൻ കുടിവെള്ളം കഴിയത്തില്ലായിരുന്നു. ഇവിടെ ഒരുപാട് കോൺഗ്രസ്സുകാർ ഭരിച്ചല്ലോ, അവിടെ ഒരുപാട് നാൾ ഭരിച്ചല്ലോ. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ഞങ്ങൾ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഭരണ സമയത്താണ് അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനം നടന്നു. ഒരു വീട്ടിലും പരാതിയില്ലല്ലോ. അവിടെ BJP ആണെന്നല്ലോ വന്നേ. ഒരു വീട്ടുകാർക്കും ഇല്ല. അവിടെ നമ്മള് പ്ലാസ്റ്റിക് തിരിഞ്ഞ് പ്രത്യേകമായി കൊണ്ടുവന്ന് അത് പൊടിച്ച് അവിടെ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവന്നു. അതുപോലെ ക്രിമിറ്റോറിയം, ഞാൻ പറയട്ടെ, എന്റെ പൊന്നു സാറേ, അവിടെ ക്രിമിറ്റോറിയം പണി അത് നാട്ടുകാർക്ക് അറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, രണ്ടാമതൊരു കാര്യമുണ്ട്.
16,000 പേർക്ക് കുടിവെള്ളം കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. 110 കോടി രൂപയുടെ അമൃത് പദ്ധതി കേന്ദ്രത്തിന് അവരുമായി ചേർന്ന് ഏത് പദ്ധതിയായിട്ട് അമൃത പദ്ധതി ആയിക്കോട്ടെ 110 കോടി രൂപ വെള്ളം വരാൻ പോകുന്നു. തെങ്ങാമ്പുഴയിൽ കൊണ്ടുവന്നു. അവിടെ ഒരു BJP-കാരുടെ വസ്തു തന്നെ ഞങ്ങൾ വാങ്ങിച്ചു. മുനിസിപ്പാലിറ്റി വാങ്ങിച്ചു. അഴിമതിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒരു അഴിമതി രേഖാമൂലം തെളിയിച്ചാൽ ഒരു അഴിമതി രേഖാമൂലം മുനിസിപ്പാലിറ്റി തെളിയിച്ചാൽ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്യും. ഇപ്പൊ തന്നെ വസ്തു വാങ്ങിച്ചു. BJP-കാരുടെ വസ്തു തന്നെ വാങ്ങിച്ചു. പൊലമൺ തോട് കയ്യേറിക്കൊണ്ടുള്ള എത്ര അനധിക നിർമ്മാണങ്ങൾക്കാണ് അനുമതി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിലെ കുടിവെള്ള പ്രശ്നം ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഒന്ന് കൊച്ചേട്ടൻ്റെ സ്ഥലം, പിന്നെ ഈയങ്കുന്ന്. ഇവിടെ രണ്ടിടത്തും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഇപ്പോൾ 26 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സ്ഥലത്തുള്ള എല്ലാ ടാപ്പുകളും നമ്മുടെ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്ത് പോയി. അപ്പം സ്വാഭാവികമായിട്ട് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി. പിന്നെ ഒരു പ്രതിസന്ധി അവർ പറഞ്ഞിട്ടുണ്ടോ, സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞത്. കൊച്ചേട്ടൻ്റെ സ്ഥലത്ത് ഒരു 1.5 ഏക്കർ ഭൂമി 10-15 വർഷം മുമ്പ് മേടിച്ചു. ആ ജനങ്ങൾക്ക് ഇന്ന് വരെ ഭൂമി കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ അനിൽ മത്സരിക്കുന്ന സ്ഥലം പാണ്ടിവയലിൽ ഒരു വയൽ മേടിച്ചു. ഇവിടുത്തെ ദാസിൻ്റെ മോൾ ഉൾപ്പെടെയുള്ള 9 പേർക്ക് ഇന്നും സ്ഥലമില്ല, ഭൂമി. അവർക്ക് ഭവന പദ്ധതിയിലൂടെ വീട് വെക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുമ്പോഴാണ് ETC നിലം വാങ്ങിച്ചു കൊടുത്തത്. ഞങ്ങൾ പറയത്തില്ല LDF ഇരിക്കുമ്പോഴല്ല അവിടെ വാങ്ങിച്ചു കൊടുത്തു നിലം വാങ്ങിച്ചു കൊടുത്തത്. ആരാ മേടിച്ചു കൊടുത്ത പേര് പറ. കോൺഗ്രസ് ഭരണസമിതി ഇരിക്കുമ്പോഴാണ്. ഹരി പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുമ്പോൾ ഹരി പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വസ്തുവോടെ വാങ്ങിച്ചത്. എവിടുത്തെ വസ്തു? ഒന്നുമല്ല. 2017 മെമ്പർ കേരള കോൺഗ്രസ് മെമ്പർ ഹരിയോ ഒരു കാര്യം പറയാം. ഞാൻ പറയട്ടെ, ഏത് ടീമല്ല. അന്ന് നയത്തിന്റെ ഫലമായ UDF-ന്റെ നയത്തിന്റെ ഫലമായിട്ടാണ് അഴിമതി നടന്നിട്ടുള്ളത്. LDF-ന്റെ ഏതെങ്കിലും റെക്കോർഡ് പ്രകാരം ഒരാൾ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായി നേരിടും ഞങ്ങൾ. അല്ല അഭിലാഷണ്ണ, കൊട്ടാരക്കര ഒരു കാര്യം, ഗതാഗത പരിഷ്കരണം, എന്ത് ട്രാഫിക് സംവിധാനം, ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ട്രാഫിക്കിൽ. ഏതെങ്കിലും ഇത്രയും വർഷമായി ഗതാഗത കുരുക്ക് മാറ്റാൻ കൊട്ടാരക്കര നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പറയാൻ പറ്റും. നിങ്ങൾ ഒരു എന്തൊക്കെയോ വരുന്നത് പറയുന്നല്ലോ. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഇവർ വാഗുകൊണ്ട് പറയാനുള്ള വികസനമേ ഉള്ളൂ. തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുഭവിക്കാനോ പറ്റുന്നൊരു വികസനമില്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് കോൺഗ്രസ് തിരിച്ചു വരണം. ഇല്ല, കോൺഗ്രസ് അതിനുവേണ്ടി അവിടെ ഇരുന്ന് ഇവരുടെ അഴിമതിയുടെ വിഹിതം പറ്റുകയാണ്. അവർ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ജനകീയ വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കോൺഗ്രസിന്റെ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിഷേധം അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എഴുന്നേറ്റ് നിന്ന് ഇന്ന പ്രശ്നത്തിൽ അഴിമതി BJP-കാരുടെ പണി ഇതാ കാര്യമില്ല. അതിന്റെ ഫലമായി ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുമ്പം ഈ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് ഒരു സീറ്റ് കിട്ടത്തില്ല. BJP 0 ആയിരിക്കും. 5 പിടിച്ച് കാണിച്ചില്ല കൊച്ചാട്ടാ. ഇതിനിടയ്ക്ക് ഒച്ചാണ് ചോദിച്ചൊരു ചോദ്യം പ്രശ്നം. ഈ നഗരസഭയില് 8 കോൺഗ്രസ് അംഗങ്ങളുണ്ട്. ഈ 8 കോൺഗ്രസ് അംഗങ്ങളും നഗരസഭയുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കൃത്യമായി എതിർത്ത് വിജയിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കി ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിട്ടല്ലേ ഞങ്ങൾ സമരം ചെയ്യേണ്ടത്? അനങ്ങാപ്പാറ നയമുള്ളവർ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ പദ്ധതിയില്ല, ഒന്നുമില്ല. ജനങ്ങളെ മുരടിപ്പിച്ചൊരു സംഭവം. ഞങ്ങൾ പറഞ്ഞു തെരുവ് നായ ശല്യമുണ്ട്, ഇവിടെ ലൈറ്റ് പ്രശ്നങ്ങളുണ്ട്, പാതയില്ലാത്തത് അതാ പറയാൻ പറ്റുന്നത്. ഇവരെങ്ങനെയാണ് ഇവരുടെ ഇവരെ കൊണ്ട് ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടാരക്കര
മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ചെയ്തു. എന്ത്? ബ്ലോക്ക് കമ്മിറ്റി കാരണം എന്താ എന്ത് സമരം ഇവർക്ക് ചെയ്തു? ഇവർക്ക് എവിടെ സമരം ചെയ്തു? നമ്മളീ പറഞ്ഞ ഒന്നും പാപ്പരായവരുടെ ചെയ്തിട്ടില്ല. അടുത്ത് ഒന്നും പാപ്പരായവരുടെ ചെയ്തിട്ടില്ല. അടുത്ത് എന്താ ഭാരതീയ സമരം ജനതാ പാർട്ടി ചെയ്യാൻ മാത്രമാണ് ഇവർക്ക് കൊട്ടാരക്കര നടത്താനുള്ള സാമ്പത്തിക സാധാരണക്കാരോട് ശേഷിയില്ല, ശബ്ദിക്കുന്നത്. കർമ്മശേഷിയുള്ള നേതാക്കന്മാരില്ല. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ആരുടെ കാര്യം കോൺഗ്രസിന്റെ കാര്യം ഞാൻ ഇവരുടെ കാര്യം പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല നേരത്തെ ചെറുപ്പക്കാരുടെ ഞങ്ങളുടെ സമരത്തെ സമരം ഇല്ലാതായതുകൊണ്ട് സമരമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ സമരം എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും എന്താണ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രതിഫലനമാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഭരണമാറ്റത്തിന് കാരണമാക്കി നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ ഒരു വിലയിരുത്തൽ വരാൻ പോവുകയാണ്. ഉറപ്പായും. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ഐക്യത്തോടെയാണ് എല്ലാ മുന്നണികളും നേരിടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റി? LDF-ൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല. കോൺഗ്രസിൽ LDF-ൽ ഒരനയിക്കുമല്ല. ഇത്രയും സ്മൂത്തായി നടക്കുന്ന കൺവെൻഷൻ വെച്ചിരിക്കുക. ഇന്ന് കൺവെൻഷൻ വെച്ചിരിക്കുക. ഒരു വലിയേട്ട നിയമവുമില്ല, ഒരു ചെറിയേട്ട നിയമവുമില്ല. CPI-യും CPM-ഉം കേരള കോൺഗ്രസും ജനതാദളും ഇവരും അതെന്താ ഈ വിഷയം കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാനായ ഉണ്ണികൃഷ്ണൻ സീറ്റില്ല. LDF-ലും പൊട്ടിത്തെറിയുണ്ട്, UDF-ലും പൊട്ടിത്തെറിയുണ്ട്. ഇവരെ പിടിക്കാനിരിക്കുക, ഇടതുപക്ഷക്കാരെ പിടിക്കാനിരിക്കുക, ഇടതുപക്ഷക്കാരെ കേൾക്കട്ടെ. CPI സംബന്ധിച്ചിടത്തോളം ഒരനയിക്കുമില്ല. മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഉണ്ണികൃഷ്ണ മേനോനെ മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾ കർശനമായി പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണ മേനോന് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണ മേനോ മത്സരിക്കണ്ട. അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ പരാതി കൊടുത്തൂടെ? ഞങ്ങൾ പരാതി കൊടുക്കും. സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. ഐക്യം വന്നാൽ ഒരു ചരടിൽ കോർത്ത നാണയത്തിന്റെ ഈ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കോൺഗ്രസിൽ ഇപ്പോഴും 30-ാം വാർഡിൽ കേട്ടോ, കോൺഗ്രസിൽ ഇപ്പോഴും രണ്ട് ചിഹ്നമുള്ള 30-ാം വാർഡിൽ കൈപ്പത്തിയും. ഇന്നിപ്പോ ഞാൻ പോയിട്ട് പ്രഖ്യാപിച്ച ശേഷം ഉണ്ണികൃഷ്ണ മേനോന് വേണ്ടി അവിടെ ആൾറെഡി ഷാജു സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു ഔദ്യോഗികമായി. അത് കഴിഞ്ഞ് CPI-യുടെ നേതാക്കന്മാർ, അവിടെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഔദ്യോഗികമായി ഉണ്ണികൃഷ്ണ മേനോനാണ് സ്ഥാനാർത്ഥി. സംഘടനാ സംവിധാനങ്ങൾ സ്ഥാനാർത്ഥിയാണെന്ന് ഔദ്യോഗികമായി CPI-യുടെ കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വലിയൊരു ചർച്ച സെക്രട്ടേറിയറ്റ് മെമ്പർ നിലയിൽ ഞങ്ങൾ ഒരു പ്രസ്താവന ഇറക്കില്ല. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് അസംബ്ലി മണ്ഡലം CPI-ക്ക് കിട്ടുമെന്ന് അവകാശമില്ലേ? മാണി ഗ്രൂപ്പിന് കിട്ടുമെന്ന് അവകാശമില്ലേ? ജനതാദളിന് കിട്ടുമെന്നുള്ള അവകാശമില്ലേ? അവകാശം ചോദിച്ചൂടെ? ചോദിക്കുമ്പം അവിടെ ഇരുന്ന് സംസാരിച്ച് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. എല്ലാരും ചെയ്യുന്ന അങ്ങനെ. ഇത് നിങ്ങളുടെ മുന്നണിയെ ബാധിക്കുമെന്നുള്ളതാണ്. ഒരു മുന്നണിയെ ബാധിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞു. ഒരു ചരടിൽ കോർത്ത നാണയത്തിന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടും. അതിനകത്ത് രാമകൃഷ്ണൻ മത്സരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നു. ആ സീറ്റിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളെ ആത്മാഭിമാനമുള്ള സാധാരണ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് ഇപ്പൊ 30-ാം വാർഡിൽ പോലും എല്ലാ വാർഡിലും ഒരു റിബൽ പാർട്ടിയിൽ 30-ാം ചിലപ്പോ സ്ഥാനാർത്ഥി ആരെങ്കിലും മാറി. ഇത് അതല്ല, 30-ാം വാർഡിൽ അതല്ല. ഒരാൾക്ക് കൈപ്പത്തിയും ഒരാൾക്ക് മൺവെട്ടിയും മൺകോരിയും. 30-ാം വാർഡ് പരിശോധിക്കണം. പുതിയ വാർഡല്ല, പുതിയ വാർഡ് ഇവിടെ ഈ 15-ാം വാർഡ് പുതിയ വാർഡ്. ഇത് എന്താണെന്ന് അറിയുമോ? പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് ഐക്യത്തെ കുറിച്ച് വർത്തമാനം പറയേണ്ട അവകാശമില്ല. പറയുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ കോൺഗ്രസ് തമ്മിലടിയാ. ഒരിക്കലും യോജിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾ തമ്മിലടിച്ചില്ലേലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇതുപോലെ CPI കാണിച്ചതിന്റെ കൂട്ട് ഞങ്ങളുടെ ഘടകകക്ഷികളോട് ഞങ്ങൾ കാണിക്കുന്നില്ല. ഇതെന്തോന്നു PM ശ്രീ ഉണ്ടെന്ന് ഒളിച്ചും പാത്തും ഒപ്പിടുന്നു, എന്നിട്ട് ഇവർ കിടന്ന് കരയുന്നു, നിലവിളിക്കുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ CPI അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇപ്പം ഈ അമ്പലപ്പുറത്ത് ഈ ചേട്ടൻ നിൽക്കുന്നിടത്ത് തന്നെ ഈ BJP-ക്ക് ആളെ കൊടുക്കുന്ന അനുജത്വം ചേട്ടനെ കൊടുത്തത്. നഗരസഭയിലെ കോൺഗ്രസിലെ സീറ്റ് വിഭജനത്തിൽ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീറ്റ് ഒരു കാരണവും വ്യക്തികൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് എല്ലായിടത്തും ആഗ്രഹിക്കും. അത് കഴിവുള്ളവനും കഴിവില്ലാത്തവരും ഒക്കെ കാണും. അന്നേരം അവർക്ക് അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ച് മത്സരിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് പോയി മത്സരിക്കാം. പക്ഷേ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ഇപ്പോൾ 16-ാം വാർഡിൽ ജോളി P. വർഗീസാണ് അവിടുത്തെ സ്ഥാനാർത്ഥി.
തോമസ് ഇവിടുത്തെ സ്ഥാനാർത്ഥി അല്ല. മനസ്സിലായി? അയാൾക്ക് സ്വന്തമായിട്ട് അത് നിൽക്കാനുള്ള അവകാശമുണ്ട്. എന്നാ പക്ഷേ 30 അതല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അതല്ല കേട്ടോ. എങ്ങനെ നീ പറഞ്ഞത് ശരിയാ. അല്ലല്ല ഈ തോമസ് പറയാൻ അവസരിക്ക്. അങ്ങനെ പറഞ്ഞു കേൾക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മൂന്നാം വാർഡിൽ പറയാം. ഒരാളെ കൈപ്പറ്റി ശബ്ദം അടപ്പിക്കാൻ ശ്രമിക്കണ്ടേ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളെ കൈപ്പറ്റി. അവിടെ RSP ക്ക് 3 സീറ്റ് കൊടുക്കുക പതിവാണ്. അതെ, അവിടെ പക്ഷേ RSP അത്ര അവിടെ വളരെ വലിയൊരു വിജയം കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും RSP നേതൃത്വമായിട്ട് സംസാരിച്ചു. അവരെന്ത് ചെയ്തു? അത് ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പ്രസാദ് കാവുങ്കൽ അവിടെ മത്സരിക്കുന്നു. പിന്നെ എന്തോ ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോഴത്തേക്ക് ഇലക്ഷന്റെ പ്രാതിനിധ്യം എല്ലാം വന്നു കഴിഞ്ഞു. ആ പ്രതിസന്ധിയെ നമ്മൾ ഉൾക്കൊണ്ടു. സഹോദരൻ അല്ല ഈ പറഞ്ഞ 30 വിമതൻ കടലാവളയിലെ വിമതൻ അത് വിമതനായിട്ട് നമ്മള് ഇവിടെ എങ്ങനെ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. 30 വിമതരല്ല, പിന്നോ? കടലാവള വിമതരാണ്. ഘടകകക്ഷിയാണ്. ഞാൻ 30 കടലാവളയും ഘടകകക്ഷിയാണ്. അല്ലെങ്കിൽ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത്. പലയിടത്തും സഹോദര മത്സരങ്ങൾ UDFന്റെ 2 സ്ഥാനാർത്ഥി 2 ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതുപോലെ അവിടെ കൈപ്പത്തി ജയിക്കും. ചേട്ടൻ വിഷമിക്കണ്ട. ഇവിടെ UDF-ലും അസ്വാരസ്യങ്ങൾ വ്യക്തമാണ്, അത് പ്രകടമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പാർട്ടിയിലോട്ട് ചേർന്നിട്ടുള്ള UDF-ന്റെ കൗൺസിലർ 4-ം വാർഡിലെ സൂസമ്മ, അത് നിങ്ങൾ പിടിച്ചോണ്ട് പോയതില്ലേ ഇതിന് മുമ്പേ? മോഹന വാഗ്ദാനം BJP-യുടെ പ്രവർത്തനത്തിൽ ആകർഷണം, നരേന്ദ്ര സർക്കാർ വികസനത്തിൽ ആകർഷണ വികസനവും ഇല്ല. മാത്രമല്ല ഞാൻ പറയട്ടെ, UDF അവഗണിച്ചു വ്യക്തമായി പറയുന്ന വീഡിയോ നമ്മുടെ ഉണ്ട്. നമ്മൾ ഈ സമയത്ത് അവഗണിച്ചു. ഒരുപാട് കാലങ്ങളായി അവഗണിക്കുന്നു. ഒരു പരിഗണന കൊടുക്കുന്നില്ല, ഒരു ആവശ്യങ്ങൾ കേൾക്കുന്നില്ല, ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല. അത്രത്തോളം അവഗണിച്ചിട്ട് ഇടുകയും മാത്രമല്ല അതോടൊപ്പം ആ സമയത്ത് പ്രതീക്ഷയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, വികസനം നടന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതിൽ ആകർഷകരായിട്ടാണ് സൂസമ്മ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ റോയ് അടക്കം നമ്മുടെ കോൺഗ്രസ് വന്നിട്ടുള്ളത്, അല്ല BJP BJP സിറ്റിംഗ് സീറ്റുകളുണ്ട്. അപ്പോൾ നേരത്തെ BJP CPM ധാരണ അദ്ദേഹം പറഞ്ഞു. അത് വ്യക്തമായ ധാരണ പരസ്യമാണ്. ഇന്ത്യ മുന്നണി LDF UDF കേരളത്തിന് പുറത്ത് ഒരു മുന്നണിയാണ്. ഇവിടെ BJP ജയിക്കാൻ പോകുന്ന സിറ്റിംഗ് സീറ്റുകളിലടക്കം RSP, ഇപ്പൊ RSP യെ കുറിച്ചൊക്കെ പറഞ്ഞു. CPM-ഉം RSP-യും ചേർന്നുകൊണ്ട് BJP-യുടെ സിറ്റിംഗ് സീറ്റുകളിൽ, ഉദാഹരണത്തിന് ഈ എന്താ പറയാ, ഈ ചന്ദ്ര വാർഡ് തന്നെ, SR രമേശ് മത്സരിക്കുന്ന വാർഡ് തന്നെ അവിടമായി പരസ്യമായ ധാരണ ആക്കിയിരിക്കുകയാണ്. RSP-യുടെ ഒരു മോഹനൻ എന്ന വ്യക്തിയെ നിർത്തിക്കൊണ്ട് അവർ പരസ്പരമുള്ള ധാരണ പ്രകാരം BJP-യെ തോൽപ്പിക്കാൻ പറ്റുന്ന ശ്രമമാണ് SR രമേശ് മുൻ ചെയർമാൻ നടത്തുന്നത്. BJP സിറ്റിംഗ് സീറ്റുകൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടത്തുന്നത്. അനീഷ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ആരോപണത്തിൽ വല്ല അതിനകത്ത് കഴമ്പൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചാക്കും കൊണ്ട് അങ്ങ് നടക്കുക. ആരെവിടെ പ്രതിസന്ധി വരുന്നു അവരെ പിടിച്ച് ആ ചാക്കിനകത്താക്കും. എന്നിട്ട് കൊണ്ടുപോയി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കും, ആക്കാതിരുന്നു. അതിനകത്ത് വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ച ഒരാളാണ് ആര്? ഈ റോയ് എന്ന് പറയുന്ന സാറ്. റോയ് സാറിന് എന്തോ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിടിച്ച് അതിനകത്ത് ആ പാർട്ടിയിലാക്കുന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്നേക്കാൾ ഒരാളെ പിടിച്ച് നിന്റെ മതത്തിൽ ചേർത്ത് നിന്നേക്കാൾ വലിയ നരകയോഗിയാക്കും എന്ന് പറയുന്നതിന് തുല്യമാണ്. അയാളെ പിടിച്ചിട്ട് എന്തോ ചെയ്ത് കൂടെ നിർത്തിയിട്ട് അടി കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ മയപ്പെടുത്തി എന്താക്കുന്നു, അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു എന്നുള്ളത്. സൂസമ്മയെ സംബന്ധിച്ചിടത്തോളം 4-ം വാർഡിൽ മത്സരിച്ചവർ, അവർക്ക് അവസരം കൊടുത്തുന്നു, അവരെ കൗൺസിലറാക്കിയതും കൈപ്പത്തി ചിഹ്നത്തിലെ കോൺഗ്രസ് ആണ്. അവർക്ക് ബഹുമാന്യമായ രീതി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൗൺസിലറാക്കി. അവരുടെ ഹസ്ബൻഡും ഒക്കെ വളരെ നല്ലോണം ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ സീറ്റ് കിട്ടാതിരുന്നപ്പം ഗൂഢതന്ത്രങ്ങൾ പറഞ്ഞ് അവരെ മയക്കി ഇപ്പം വലിയ ഒരു നരകക്കുഴി കൊണ്ടിട്ടേക്കുക. അവർക്കൊരിക്കലും എന്ത് ചെയ്താൽ ഇനി അവിടെ ജയിക്കാൻ പറ്റത്തേയില്ല. അവിടെ കോൺഗ്രസിൻ്റെ കറകളഞ്ഞ ഒരു വാർഡാണ്. അവിടെ കൊണ്ടിട്ട് അവരെങ്ങനെ ഇനി കൗൺസിലർ ആവാൻ പോവും? ആവാൻ പറ്റുമോ? ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. അവിടുത്തെ ജനങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ ബോധം കോൺഗ്രസിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വാർഡ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തുവാ? ഇപ്പം വനിതാ വാർഡായി, അല്ല സോറി, അത് അവിടെ SC വാർഡായി മാറി. സൂസമ്മയ്ക്ക് മത്സരിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അതാണ് അവിടെ നടന്നത്. അല്ല സൂസമ്മയ്ക്ക് സൂസമ്മ BJP പോയപ്പോ നരകക്കുഴിയിലോട്ട് പോയി. റോയ് സാർ അങ്ങോട്ട് വന്നപ്പോ നരകക്കുഴിയിലോട്ട് പോയി. നിങ്ങളുടെ സെക്രട്ടറി ഈ ബ്ലോക്ക് സെക്രട്ടറിയെ പിന്നെ എവിടെ പുലമണില് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ? ആരെ? കോൺഗ്രസിന്റെ ബ്ലോക്ക് MC ജോൺസനെ അനുഭവിച്ചോളും. അത് നരകക്കുഴി, അത് അനുഭവിച്ചോളും. അത് അവരനുഭവിച്ചോളും. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ആരെയും ചാക്കിട്ട് പിടിക്കാനും മോഹങ്ങൾ പല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും ഒക്കെ ഒരു പുതിയ പാർട്ടികൾ വരുമ്പോൾ ഇവിടെ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? ഇവിടെ 2 ദ്വിപാർട്ടി സിസ്റ്റം ആയിരുന്നു എന്റെ അഭിപ്രായത്തിൽ. ഒരു LDF UDF
അവിടേക്ക് BJP വന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അടുത്തൊരു സാധ്യത ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ മോഹങ്ങൾക്ക് പൂവണിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണത്തെ കിട്ടി, ഒരാൾക്കാരെ കിട്ടി, അവർ സ്വാഭാവികമായിട്ടും പോകും. ആ ഓപ്ഷൻ മനസ്സിലാക്കേണ്ടത് LDFും UDFും ആണ്. അതിനെനിക്ക് പ്രത്യേകിച്ച് പറയാം, കഴിവുള്ള പിള്ളേരെയൊക്കെ മത്സരിപ്പിക്കാതെ നിൽക്കുമ്പോൾ പഴയ കാലഘട്ടം പോലെ കാത്തു നിൽക്കുന്നവരുടെ കാലമൊന്നും അല്ലാതെ ഈ ലോകത്തിൻ്റെ സ്പീഡ് തിരിച്ചറിഞ്ഞ യുവാക്കളായി എന്നുള്ളത് അവർ സാധ്യതകളുടെ പിന്നാലെ പോയിരിക്കും. പക്ഷേ അയാൾ പാർട്ടിക്കാരനല്ല. നാളെ പുറത്താക്കും. നെൽസൺ തോമസ് എന്തുകൊണ്ട് ഈ പ്രാവശ്യം മത്സരത്തില്ല? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ PhD വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ടിയെ ഏൽപ്പിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്തുവാണോ ഞാനത് ചെയ്യും. ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ, 12, 13, 14, 15, 16 കൂടെ നിൽക്കുക, ജയിപ്പിക്കുക. അത് നിങ്ങൾ നോക്കണം, ഈ കേൾക്കുന്നവർ നോക്കണം. റിസൾട്ട് വരുമ്പം 12, 13, 14, 15, 16 വാർഡുകൾ കോൺഗ്രസ് കൈപ്പത്തി ജയിച്ചിരിക്കും. നെൽസൺ തോമസ് കൂടെ മത്സരിക്കാഞ്ഞത് ഇവിടെ ഗ്രൂപ്പാണ്. ഇദ്ദേഹം വേറെ ഗ്രൂപ്പാ. അവിടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ രാവിലെ വൈകുന്നേരത്ത് പുറകെ നടക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടെ എങ്ങുമില്ല. ഇദ്ദേഹം 13ാം വാർഡിൽ മത്സരിച്ചു, അവിടെ തോപ്പിച്ചു കൊടുത്തു. 13ാം വാർഡിൽ അവരെ തോപ്പിച്ച് മോശപ്പെട്ട ആളാന്ന് ഞാൻ പറയുന്നില്ല. ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ച് കൗൺസിലറാണ്. നല്ലോണം പ്രസന്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അവിടെ 13ാം വാർഡിൽ വന്നപ്പോ അവിടെ തോപ്പിച്ചു. ഇവിടെ ഇപ്പം അദ്ദേഹത്തിന്റെ വാർഡ് ഇപ്പൊ ജനറൽ വാർഡാ, വേറെ ആളിനെ കൊടുക്കും. ഇദ്ദേഹത്തിന് ഒരു കാര്യം, അപ്പോ കഴിഞ്ഞ തവണ രാമകൃഷ്ണൻ അമ്മൂക്ക് മത്സരിച്ചു, അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സീറ്റ് കൊടുക്കാതെ. ഈ വാർഡിൽ എന്റെ മനസ്സിലാക്കി ഞാൻ മാത്രം ചേരുന്നതല്ല പാർട്ടി. ഈ വാർഡിൽ റോയിച്ചാൻ എന്തുകൊണ്ട് യോഗ്യന മത്സരിക്കാൻ? കാരണം എന്താണെന്ന് പറയാം, അയാൾ എത്രയോ കൊല്ലം ഈ പാർട്ടി നടക്കുന്നത്. അയാൾ മാത്രമല്ല, ഇവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്. ഞാനായിട്ട് ഇനി വാർഡ് ഇലക്ഷനിലൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ നല്ലൊരു പ്രവർത്തകനായിട്ട് ഞാൻ ഉണ്ടാവും. എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ റോയി KGയെ പോലെയുള്ള ഈ സംഘടനയിൽ ഇത്രയും കൊല്ലമായിട്ട് നിന്നിട്ട് അയാൾ എന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആരോടും ചോദിച്ചിട്ടല്ലോ. അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു, എനിക്ക് മത്സരിക്കണം. ഞാൻ പറഞ്ഞു, അജയ യോഗ്യന അവിടെ മത്സരിക്കും. ഞാൻ കൂടെ നിന്നു. ശോഭാ പ്രശാന്ത് അവിടെ മത്സരിക്കുന്നു, ഷിനു ജോസ് മത്സരിക്കുന്നു, അതുപോലെ തന്നെ ലിജി മത്സരിക്കുന്നു, പൊടിയം വർഗീസിന്റെ ഭാര്യ മത്സരിക്കുന്നു. ഞങ്ങൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ഈ 5 സീറ്റ്. ബൈബിൾ വായിക്കുന്നതിന്റെ ഗുണം കണ്ട? ബൈബിൾ മാത്രമല്ല ശോഭാ പ്രശാന്ത് അവള് രാമായണം വായിക്കുന്ന 25 വർഷക്കാലമായി സ്വന്തം ആവശ്യം നോക്കി, ജീവിതം നോക്കി, സർക്കാർ ജോലി നോക്കി, അതുമായി കാശെടുത്ത് വാങ്ങിച്ച് ജീവിക്കാനുള്ള പെൻഷനും ഉണ്ടാക്കിയെടുത്ത ആള്, പെൻഷൻ ഉണ്ടാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളിനെ വേണ്ട. എന്താ വേണ്ടാത്ത? MP-യുടെ ഗ്രൂപ്പല്ല, MP-യുടെ ഗ്രൂപ്പല്ല. അതിന് അദ്ദേഹത്തെ വേണ്ട. റോയി MP-യുടെ ഗ്രൂപ്പാണ്. റോയി എന്ന് പറയുന്ന ആക്കും നെൽസനും തമ്മിൽ കോൺഗ്രസിലെ ബന്ധം ഇപ്പൊ നടക്കത്തില്ല. ഈ തെരഞ്ഞെടുപ്പില് എങ്ങനെയൊക്കെ ആയിരിക്കും നഗരസഭയിലെ ഒരു സംഖ്യ? ഞങ്ങൾ 30 സീറ്റിലും ജയിക്കാൻ വേണ്ടി 30 സീറ്റിലും ജയിക്കും. അവർക്ക് ആഗ്രഹമുണ്ടല്ലോ. ആൾക്കാർക്ക് കാണുന്ന ഒരുപാട് പേരുണ്ട്. ജയിക്കുന്ന രീതിയിൽ ഞങ്ങൾ കാണുന്ന രീതിയല്ല. ഞങ്ങൾ 30 സീറ്റും ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 30 സീറ്റും ജയിക്കും. CPIയുടെ 9 സീറ്റാണ്. CPIയുടെ 9 സീറ്റും ജയിക്കും. CPM-ന്റെ 11 സീറ്റും ജയിക്കും. കേരള കോൺഗ്രസിന് 8 സീറ്റും ജയിക്കും. മാണി ഗ്രൂപ്പിന്റെ 1 സീറ്റുണ്ട്, അത് ജയിക്കും. ജനതാദളിന്റെ 1 സീറ്റുണ്ട്, അങ്ങനെ 30 സീറ്റും അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ജോലി ചെയ്യുന്നത്. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിക്കാനുള്ള എന്റെ എളിയ കഴിവ് അതിനകത്തുണ്ടാകും. ഈ ചേട്ടൻ പറഞ്ഞതിനോടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ ഒരു കറക്റ്റ് ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് ഭരിക്കാനൊക്കുന്ന സംവിധാനം കോൺഗ്രസ് നേടും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരക്കര കിഴക്കൻ മേഖലയിൽ, അതായത് ഈ 1ാം വാർഡ് മുതൽ 16ാം വാർഡ് വരെ വരുന്ന കൊട്ടാരക്കര ഈസ്റ്റ് മണ്ഡലം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 12 സീറ്റോളമാണ്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഒരു 6 സീറ്റോളം പ്രതീക്ഷിക്കുന്നു, ഏകദേശം 18 സീറ്റോളം. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വേരിയേഷൻസ് വരാം. എന്നാലും BJPയും ഇടതുപക്ഷവും തമ്മിൽ കൂടി ചേർന്നാലും ഇവരങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം വന്നാലും
കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഭരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഒന്നും ഇപ്പോൾ എഫക്ട് ചെയ്തിട്ടില്ല. ഞാൻ കുടിക്കുന്ന സുരേഷുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. രമേശ് ചെന്നിത്തല എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് പവിജ സീറ്റ് നമ്മുടെ ആൾക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ, എല്ലാം കൊടുക്കാൻ കുടിക്കുന്ന സുരേഷ് തയ്യാറായി, പ്രത്യേകിച്ച് ഹരി തയ്യാറായി. ഹരി എന്നോട് വളരെ ടോക്റ്റീവായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്, DCC സെക്രട്ടറി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു യോജിപ്പിലായി. ഇപ്പോൾ വെടിയൊന്നും എല്ലാവരും ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിലാണ് യുദ്ധം ചെയ്യുന്നത്, മനസ്സിലായോ? വെടിവെക്കാതെ ജയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ സീറ്റിലെത്തും. ചേട്ടാ വിഷമിച്ചിട്ട് കാര്യമില്ല, 5 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. ഞങ്ങൾ കൃത്യമായി പറയാം, കഴിഞ്ഞ തവണ ഞങ്ങൾ കൃത്യമായ കണക്കായിരുന്നു മീഡിയ വിഷയം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം അതേപോലെ തന്നെ ഉണ്ടാവുന്നത്. ഞങ്ങൾ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതി, വലിയൊരു അഴിമതിയും അതോടൊപ്പം അതിന് കുട ചൂടുന്ന കോൺഗ്രസിന്റെ നിലപാടും. അപ്പോൾ അത് ജനങ്ങൾ ഇടതും വലതും മതിയായി ജനങ്ങൾക്ക് പെടുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണ്. അതുകൊണ്ട് കൊട്ടാരക്കര നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ 5 കൗൺസിലർമാരുണ്ട്. വ്യക്തമായ സ്വാധീനമുള്ള 15 വാർഡുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 10+, 10-ൽ പുറത്ത് 10 മുതൽ 15 വരെയുള്ള സീറ്റുകൾ കിട്ടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നഗരസഭ ഭരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അങ്ങനെ ഒരു കാര്യം ഒരു ചോദ്യം ചോദിക്കണം. ഇവര് 10 എന്നല്ലോ പറഞ്ഞു, 10 മുതൽ 15 വരെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ഞാൻ പറയട്ടെ, അതിന് വ്യക്തമായ കാരണങ്ങൾ. UDF-മായി ചേർന്ന് നിൽക്കാൻ ഇവർക്ക് പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് LDF-നെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ ചേരില്ല. ഞാൻ അതല്ല പറയാം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഞങ്ങൾ 12-14 സീറ്റുകൾ നേടിയാൽ എന്തായാലും ബാക്കി 16 സീറ്റ് സ്വാഭാവികമായും അപ്പോൾ ഈക്വൽ ആയിട്ട് വരുന്നത് പോലെ 8-8 വരാം. അപ്പൊ ഇവർ ഒന്നിക്കില്ലെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് യഥാർത്ഥത്തിലുണ്ടല്ലോ ഈ പിണറായി മോദി ബന്ധം എന്നൊക്കെ ആദ്യം പറയുമ്പോൾ ഞാൻ കർക്കശമായിട്ട് ഇതിനെ എതിർത്തിരുന്നു. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ പിണറായിയെ പോലെ ഒരാൾ എങ്ങനെ ഇവർ തമ്മിൽ ഒന്നിക്കും? പക്ഷെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴല്ലോ ഈ ആശയങ്ങളെല്ലാം ഇവരുടെ ഒന്നാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എല്ലായിടത്തും. എന്താണ് അത് നിങ്ങൾ കണ്ടുവരിക. നിങ്ങൾ ഇവിടെ പറഞ്ഞ ആരോപണം നികുതി അവിടെ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ, ഇവിടെ അവസരം തരൂ. ഇന്ത്യ മുന്നണി എന്താണ്? നിങ്ങൾ ഒരുമിച്ചല്ലേ? കേരളത്തിൽ മാത്രം ജനങ്ങളെ പറ്റിക്കുന്നു, നാടകീയ നീക്കങ്ങൾ നടത്തിയിട്ട് കേരളത്തിൽ മാത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടൊക്കെ BJP ഉണ്ടോ അവിടൊക്കെ വികസനം മുരടിച്ചു. ആ കൂട്ടുകെട്ടിൽ ഞങ്ങൾ ഇടതുപക്ഷത്തോട് കേരളത്തിൽ 2 ശക്തമായ മുന്നണികൾ, അത് UDF-ഉം LDF-ഉം. ഇവിടെ BJP കടന്നു വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താ, ഇവിടെ വിദ്യാസമ്പന്നരായ ഈ നാടിന്റെ വികസനങ്ങളൊക്കെ ഒരു പ്രോപ്പർ വേയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ജനങ്ങൾക്ക് ബോധമുണ്ടായതുകൊണ്ട് അവർ UDF-നെയും LDF-നെയും വിശ്വസിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൽ മോദിയുടെ നയങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസക്കേട് ഉണ്ട്. പക്ഷേ അവർ വളരെ ജിമിക്കുക, വോട്ട് ചോരി അല്ല, അത് വോട്ട് ചോരിക്കാത്തൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മിഷൻ എടുത്തുകൊണ്ട് പോയി കുട്ടിയെ ഒരു കാര്യം പറഞ്ഞാലേ അത് അവിടെ ചേർത്തിനകത്ത് പറയണം. ഈ കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരുടെ മക്കളെയൊക്കെ BJP കൊടുത്തോണ്ടിരിക്കുക. BJP-ലെ ആളുകളാണല്ലോ BJP പൊക്കോണ്ടിരിക്കുന്നത്. അവർ സംഭാവന ചെയ്തോണ്ടിരിക്കുക. ആയിരിക്കും ചിലപ്പോൾ മനമടുത്തായിരിക്കും. കോൺഗ്രസ് മനമടുത്ത് ആളുകൾ കോൺഗ്രസിൽ നിന്ന് ജനം മടുത്ത് 100% പേര് അങ്ങോട്ട് വരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വരുന്നു, ചിലർ അങ്ങോട്ട് പോകുന്നു. CPI 500 പേരാ ചടയമംഗലത്ത് ഇപ്രാവശ്യം. എവിടുന്ന കോൺഗ്രസിൽ എത്ര പേര് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഞങ്ങളുടെ പാർട്ടി BJP ഇഞ്ചക്കാട് ബിജു, ലൈജു ജോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിരവധി BJP-യിലോട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഈ ഒരാൾ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആശയത്തിന്റെ ബലത്തിലാണ്. പക്ഷേ ഇപ്പോഴും വ്യാപകമായിട്ട് കൗൺസിലർമാർ അങ്ങോട്ട് പോകുന്നു, പിന്നെ മെമ്പർമാർ. അടിസ്ഥാന കാരണം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം. ഒരു കാലഘട്ടത്തിൽ വിഷമം വരുമ്പോൾ ഓരോരുത്തരോടെ പോയിരുന്നു ട്രെയിനിന്റെ ഈ ബാത്റൂമിനകത്തൊക്കെ കയറിയിട്ട് എഴുതി വെക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്നറിയാമോ, ജനങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ളത് എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അതാണ് ഈ ഫേസ്ബുക്ക്. അങ്ങനെ അവർ എഴുതുകയാണ്, അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എഴുതുക. ആ വികാരങ്ങൾ പുറത്ത് കാണുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ ഒക്കുന്നവരെ കാണുമ്പോൾ അവർ കൂട്ടുകൂടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് CPM-ലാണ് ഈ കൊഴിഞ്ഞുപോക്ക്, അത്തരത്തിലുള്ളൊരു കൊഴിഞ്ഞുപോക്കുള്ളത്. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു? കോൺഗ്രസിനകത്ത് ഇന്ത്യയിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടാവാം.
ഉണ്ടായിട്ടുണ്ടാവും ചില സംസ്ഥാനത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ബഹുസ്വരത നഷ്ടപ്പെട്ടു പോയി. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പിടിച്ചിരുന്നത് എങ്ങനെയാണ്? അവിടെ കേരളത്തിൽ കെ കരുണാകരൻ, എ കെ ആന്റണി, തമിഴ്നാട്ടിൽ മൂപ്പനാർ, അങ്ങനെ ഇങ്ങനെ നേതാക്കന്മാർ 28 സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 29 സംസ്ഥാനങ്ങളെയും ഒരു ബഹുസ്വരതയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിർത്തി. പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നു? ഹൈക്കമാൻഡ് താഴേക്ക് വരേണ്ടി വരുന്നു. അതൊരു വലിയ തെറ്റാണ്. പക്ഷേ അത് ഇപ്പോൾ BJPയുടെ വളർച്ച ഇപ്പോൾ 100% കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അത് BJPയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ BJPയിലും ഇത്തരത്തിലുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെയും ഈ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും? ഈ ഒരു മാറ്റം വരും. അതിനകത്ത് മാറ്റം വരട്ടെ. ഒറ്റ ചോദ്യം കൂടി ചേട്ടാ, നഗരസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു 3 വാർഡുകൾ ഏതൊക്കെയാണ്? എല്ലാ വാർഡിലും 30 വാർഡിലും ശ്രദ്ധേയമായ മത്സരം. ഏതെങ്കിലും വാർഡുകൾ മോശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്രയും കഴിഞ്ഞ് എല്ലാ വാർഡിലും ഇന്നത്തെ ഇടം വരെ ഉള്ളൂ പ്രശ്നം. ഇന്നത്ര ഞാൻ കഴിഞ്ഞ ഏതെങ്കിലും വാർഡുകളിൽ മത്സരം മോശമാണെങ്കിൽ ഇന്നും ഉണ്ട്, അത് തീർക്കും. അല്ല, അണ്ണ ഉദ്ദേശിക്കുന്ന എന്തുവെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനകത്ത് ഒന്ന് പ്രസക്തമായ വ്യക്തികളായിരിക്കും ഒരു ഭാഗമായി മാറിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇപ്പോൾ 9ാം വാർഡ് വളരെയേറെ കാലുവാരൽ ഇടതുപക്ഷത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ CPIയെ പണിയണമെന്ന് വിചാരിക്കുന്ന CPMൽ ആൾക്കാർ കാണുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സ്ട്രീറ്റ് ഭാഗത്ത് ഒരു പണി മേടിക്കും. അങ്ങനെ പലയിടത്തും. അതുപോലെ തന്നെ കൊച്ചേട്ടനെ പണിയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചേട്ടൻ ഇവിടെ വരണം. കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചേട്ടനെ ഞങ്ങളോടൊക്കെ സ്നേഹമുള്ള ഒരാളാണ്. പക്ഷേ കൊച്ചേട്ടന് 8ന്റെ പണി കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്നും തോന്നില്ല കേട്ടോ, ഞാൻ എതിർക്കൊന്നുമല്ല. അത്തരത്തിലുള്ള ഞങ്ങളുടെ ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് ഭയങ്കര ഇതാണ്. പക്ഷേ അത് വലിയൊരു പ്രതിസന്ധി വരത്തില്ല. അങ്ങനെ ഞാൻ ഈ 9ാം വാർഡ് അതിനകത്തൊരു ഭാഗമായിട്ട് കാണുന്നു. BJPക്ക് വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ അരുണ് വ്യക്തിപരമായിട്ട് ആ പയ്യൻ അവിടെ മത്സരിക്കുന്നിടത്ത് ഒരു മത്സരം ഉണ്ടാവും. എവിടെ? കാടാംകുളത്ത് ഒരു മത്സരം ഉണ്ടാവും. പിന്നെ അങ്ങനെ എനിക്ക് വലിയ മത്സരങ്ങളായിട്ടൊന്നും തോന്നാനില്ല എല്ലായിടത്തും ഒക്കെ കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിന് കൃത്യമായ ഒരു രൂപരേഖ വന്നിട്ടുണ്ടെന്ന് പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങളില്ല എന്നുള്ളത്. കോൺഗ്രസിന് കൃത്യമായി വരാൻ പറ്റും. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധേയമായ മത്സരങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു 10-15 വാർഡിൽ കൃത്യമായ ശ്രദ്ധേയമായ മത്സരമാണ്. അതിനകത്ത് മറ്റ് കക്ഷികളെ ഞങ്ങൾ ചെറുതായി കാണുന്നൊന്നുമില്ല. പക്ഷേ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള 15-16 വാർഡുകളുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം, അതിനകത്ത് വേറെ ഒരു ഉദ്ദേശമില്ല. ജയിക്കുക, വോട്ട് കൂട്ടുക എന്നുള്ള ലക്ഷ്യമല്ല. 15-16 വാർഡുകളിൽ കൃത്യമായി ജയിച്ചുകൊണ്ട് ഭരണത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധേയമായ എല്ലാ ഞങ്ങൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും ശ്രദ്ധേയമായ മത്സരങ്ങൾ, അതിൽ ഈ പറഞ്ഞ വാർഡുകൾ നമ്മുടെ 16 വാർഡുകളിൽ. അല്ല, അതുകൂടാതെ അല്ല, നഗരസഭയുടെ മൊത്തത്തിൽ 30 ഡിവിഷനുകളിൽ ഒരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പം പരസ്യമായി പോരിലോട്ട് പോയ പരസ്യമായി പോരിലോട്ട് പോയ അവിടെ പിന്നെ എല്ലാ വാർഡിലും കാറാംകുളം, ചെന്തറ, അങ്ങനെയുള്ള വളരെ ഒരുപാട് മേഖലകളിൽ വാർഡുകളിൽ. ചെന്തറയിൽ ഈ RSPയുടെ സ്ഥാനാർത്ഥിയുടെ വരവ് എന്തെങ്കിലും ദോഷം ചെയ്യും? ദോഷമൊന്നും നമുക്ക് ചെയ്യുന്നത്. കാരണം ആ കൗൺസിൽ കൃത്യമായി അവിടെ എന്താ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ എല്ലാവരോടൊപ്പം എന്ത് കാര്യത്തിനും അവിടെ ഒരു രാഷ്ട്രീയ ആദ്യം നോക്കാതെ ഒന്നും നോക്കാതെ മുമ്പുണ്ടായിരുന്ന 5 ഡിവിഷനുകളും ജയിക്കും തീർച്ചയായും. ഒരു സംശയവും ആധികാരികമായി പറയാൻ സാധിക്കും. നിലവിലുള്ള 5 സീറ്റുകൾ നമ്മൾ നേടും. പുതുതായി നമ്മൾ 10 സീറ്റുകളും നമ്മൾ നേടും. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ ഇന്ന് ആരംഭിച്ചതല്ല. ഒരു കാര്യം ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുന്നേ ഓടി തുടങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ആത്മവിശ്വാസം പക്ഷേ അവർ ഓടിയത് എങ്ങനെയായിരുന്നു? വനിതാ വാർഡിൽ ആണുങ്ങൾ ഓടി, പെണ്ണ് അങ്ങനെ ആയിപ്പോയി. സ്ഥാനാർത്ഥികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, ആകെ ആയിപ്പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള ഒരു വാർഡാണ് ആലുംപാറ വാർഡ്. അവിടെ ഇപ്പം BJP സ്ഥാനാർത്ഥി കൊടുത്തു. അപ്പോഴേ അവിടുന്ന് വലിച്ച് വേറെ വാർഡിലോട്ട് പോയി. അവിടെ ആകമാനം ആ സ്ഥാനാർത്ഥി പേടിച്ചു പരിശ്രമം നടത്തി നോക്കി. ഞങ്ങളൊരു ചെറുപ്പക്കാരനായ ഒരുത്തിനെ ഏത് മാർഗത്തിലും ജയിക്കുന്നവരും ജയിപ്പിക്കേണ്ട ബാധ്യതയുള്ള ഒരു പയ്യനെ അവിടെ ഇട്ടപ്പം BJP അവിടുന്ന് 5 വർഷക്കാലമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന അപ്പോഴേ അവിടുന്ന് പോയി. പിന്നെ ആരും സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നപ്പോഴാണ് സ്ഥാനമോഹിയായ ഒരാളെ തട്ടിയെടുത്ത് കോൺഗ്രസ് CPM അവിടെ മത്സരിപ്പിക്കുക. ആ മത്സരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് കിട്ടുന്ന ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന ഏക വാർഡ്
ആലുംപാറ വാർഡ്. ഇത് ഞാൻ ഒരു തർക്കവും ഈ ഡേറ്റ് സമയമാണെങ്കിൽ ഞാൻ കുറിച്ച് വെക്കും. കൃത്യമായ മറുപടി കൊച്ചാട്ടൻ ഞാൻ തന്നെ തരും. ഒരു കാര്യം പറയാം, ആലുംപാറ വാർഡ് BJPക്ക് ജയസാധ്യത ഉള്ളതാണ്. ശക്തമായ ത്രികോണ വാർഡാണ്. അതുപോലെ നീലേശ്വരം വാർഡ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന വാർഡാണ്. കൃത്യമായി അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കാര്യം മറന്നു പോയി. രണ്ട് വാർഡ് ഞങ്ങൾ ജയിക്കും. എവിടെല്ലാം കാലുവാല നടക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, രാമകൃഷ്ണൻ ഇനി ഒരു കാര്യം നിങ്ങൾ ധരിച്ചിരിക്കണം. അദ്ദേഹം പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ അദ്ദേഹം പറഞ്ഞില്ലേ, ഒമ്പതാം വാർഡിൽ ഏതാണ് വിഷയമുള്ളത്? ഒരു വിഷയവും ഒരു വാർഡിൽ ഉണ്ടാവുന്നില്ല. എവിടെയെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ 2 ദിവസം അത് പരിഹരിച്ചു തീർക്കും. ഒരു വിഷയമില്ല. 9ാം വാർഡിൽ ഏറ്റവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തിയായി പ്രവർത്തനം നടക്കുന്ന വാർഡ് 9ാം വാർഡ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് തന്നെ നിൽക്കുന്നു. അവരൊന്നും കാലുവാരൊക്കെ നടക്കുന്നില്ല. ഇടതുപക്ഷ മുന്നണിയിൽ കാലുവാരുന്നവരും ഒരാളും സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത വാർഡുകളുണ്ട്. സ്ഥാനാർത്ഥികളെ പോലും ഇന്നലെ കണ്ടുപിടിച്ച് പ്രഖ്യാപിച്ച വാർഡുകളുണ്ട്. പല നമ്മുടെ BJP സിറ്റിംഗ് സീറ്റ് അടക്കം പല വാർഡ് സീറ്റുകളില്ല. എന്റെ വായിൽ ഒരു വികട സരസ്വതി വന്നതാ യഥാർത്ഥത്തിൽ. ചേട്ടൻ അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. ചേട്ടനുണ്ടല്ലോ സ്തബ്ധനായി പോയി. എടാ ഇങ്ങനെ ഇനി പണി വരുമോ ചേട്ടൻ? പേടിച്ചോടുന്ന കാര്യം പറഞ്ഞു. രാമകൃഷ്ണൻ കൊച്ചാട്ടൻ അവിടെ പല കൽവാദങ്ങളടക്കം പലരെ ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിയ സംവിധാനം കൊണ്ടുവന്നത് ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങൾ പറയുന്നില്ല, പേടിപ്പിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നൽകത്തില്ല, ഒരു ആനുകൂല്യം നൽകത്തില്ല. കഴിഞ്ഞോട് എത്ര ഭീഷണിയായിരുന്നു, എത്ര പരാതി ഞങ്ങൾ അതൊക്കെ നേരത്തെ മലക്കൊടുക്കാൻ സ്വപ്നം പറഞ്ഞു തല്ല് മാത്രമേ. BJP കൽവാദക്കല്, ആലുംപാറ, നീലേശ്വരമൊക്കെ ഉറപ്പായി ജയിക്കും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പേടിച്ചോടുന്നത് CPI-ക്കാരായിരിക്കാം, LDF ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം. ഭാരതീയ ജനതാ പാർട്ടി ആരെയും പേടിച്ച് ഓടുന്ന സാധ്യത നിലവിൽ ഇല്ല, ഒരിക്കലും ഉണ്ടാകുകയില്ല. ഞങ്ങൾ ഓടാനൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയിൽ പരീക്ഷ എഴുതിയാൽ പോലും BJP ജയിക്കാൻ പറ്റില്ല. ഒരു പാർട്ടി ജയിക്കുന്നില്ല. എനിക്ക് ആരോടും വിരോധമില്ല. ഹരീഷ് എഴുതിയാൽ ഓരോ വാർഡിനെ അനാലിസിസ് ചെയ്യുന്നില്ല, ഓരോ വാർഡിനെ പറഞ്ഞില്ല. ഒന്ന് ആലുംപാറ പോയി അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ BJP മത്സരിച്ച വാർഡിലൊന്നും അവർക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല. ആ വാർഡെല്ലാം പോയി. കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ച വാർഡുകളെല്ലാം പരാജയമായിരുന്നു ഈ രാജ്യത്ത്. കഴിഞ്ഞ വർഷം എങ്ങനെ BJP ജയിച്ചേ? നമുക്കറിയത്തില്ല. ഒരു കാര്യം പറഞ്ഞോണ്ട് ചേട്ടൻ പറഞ്ഞില്ലേ പരീക്ഷ എഴുതിയാലും BJP ജയിക്കത്തില്ല. സത്യമാണ്. പക്ഷെ BJPക്ക് തുണ്ടിട്ട് കൊടുക്കുന്നത് ഇവരാ. ഞങ്ങൾക്ക് ആരുടെ തുണ്ട് വേണ്ട, ഞങ്ങൾക്ക് LDFന്റെ യൂണിറ്റ് വേണ്ട. ഞങ്ങളുടെ വികസന രാഷ്ട്രീയമാണ്, ഞങ്ങളുടെ വികസന രാഷ്ട്രീയമാണ്. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് വികസനമില്ല. കഴിഞ്ഞ വർഷം പ്രഥമമായ ഒരു വ്യക്തി എന്റെ വലതുവശം LDFന്റെ പറയാം, അവസാനിപ്പിക്കുകയാണ്. LDF UDF അഴിമതി രാഷ്ട്രീയം മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വികസന രാഷ്ട്രീയം. നരേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനം എല്ലാ വിഭാഗം ജനങ്ങൾ ചേർത്ത് പിടിച്ചുള്ള വികസനം, ആ വികസനമാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ വികസനത്തിൽ ഊന്നി ഞങ്ങളുടെ പ്രവർത്തനം നടക്കാൻ പോകുന്നത്. ഇവിടെ അഴിമതി രാഷ്ട്രീയമല്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, കോൺഗ്രസ് കൃത്യമായി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഭരിച്ചിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി അവരോടൊപ്പം നിൽക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് മറുപടി ഇല്ല. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ വേദിയാണ്. ആർക്കും ജയിക്കാം, ആർക്കും തോൽക്കാം. ജയിക്കുന്നവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ, തോൽക്കുന്നവരെയും ജനങ്ങൾ തന്നെ നിശ്ചയിക്കും. വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാവട്ടെ ഈ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് എന്ന ആശംസയോടെ എല്ലാവർക്കും 3 മുന്നണികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.